ഗവർണർമാർ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന നിയമങ്ങളെ അനന്തമായി വെച്ച് താമസിപ്പിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയ്ക്കൊട്ടും യോജിച്ചതല്ല എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി, അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ തക്ക തിരിച്ചറിവ് എല്ലാ ഗവർണർമാർക്കും ഉണ്ടാവുകയാണ് വേണ്ടത്. എന്നാൽ കേരള ഗവർണറുടെ ഇപ്പോൾ കേട്ടതായ ഈ പ്രതികരണം സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതല്ല. ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ബില്ലുകളിലൂടെ പ്രതിഫലിക്കുന്നത്. അത് ജനങ്ങളുടെ പ്രതിനിധികളാണ് അത് പാസ്സാക്കുന്നത്. അത് അനന്തമായി അടയിരിക്കുക എന്ന് പറയുമ്പോൾ ജനാധിപത്യം തന്നെ ഇല്ലാതാകുന്നു എന്ന രൂപത്തിലേക്ക് എത്തും. അത്തരം ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഈ വിധി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഇത് രാജ്യത്തിൻ്റെ നിയമമായി മാറിയിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. നമസ്കാരം. തമിഴ്നാട് ഗവർണർ രാഷ്ട്രപതിയുടെ അംഗീകാരം തേടി അയച്ച 10 ബില്ലുകൾക്ക് അംഗീകാരം ലഭിച്ചു എന്ന് സുപ്രീം കോടതി വിധിച്ച പശ്ചാത്തലത്തിൽ ഈ 10 നിയമങ്ങളും ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ. ഇതോടെ ഇന്ത്യയിൽ നിയമസഭകൾ പാസാക്കിയ നിയമങ്ങൾ ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ സുപ്രീം കോടതിയുടെ വിധിയെ അടിസ്ഥാനമാക്കി പ്രാബല്യത്തിൽ വന്ന ചരിത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 2 ജഡ്ജിമാരാണോ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്? ഗവർണർക്കും രാഷ്ട്രപതിക്കും ഒപ്പിടുന്നതിന് സമയപരിധി കൽപ്പിക്കുന്നത് അതിര് കടന്ന നടപടിയാണെന്ന് ഒക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ തട്ട് കിട്ടിയവർ പറയുന്നുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഇക്കാലം അത്രയും അടയിരുന്ന ആശാന്മാരാണ് ഇപ്പോൾ ഇത്തരം വാദങ്ങളുമായി എത്തുന്നത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്ക് സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് തമിഴ്നാട് ഗവർണർക്കെതിരെ വന്ന സുപ്രീം കോടതി നടപടിയാണോ അതോ ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾക്ക് മേലെ അടയിരുന്നവരാണോ അതിര് കടക്കുന്നത്? രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെയോ തമിഴ്നാട് ഗവർണർ RN രവിയുടെയോ തുല്യം ചാർത്തൽ ഇല്ലാതെ 10 ബില്ലുകൾ നിയമമായി വിജ്ഞാപനം ചെയ്യപ്പെട്ടതോടെ ഫെഡറൽ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണോ? ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സ് ഉയരുകയാണോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. തമിഴ്നാട്ടിൽ DMKയുടെ രവീകരണങ്ങൾ കാണുമ്പോഴെങ്കിലും ഗവർണർമാർ അതിര് കടക്കാതെ ഒപ്പിടുമോ? ഗവർണർമാരുടെ സമയം തെളിച്ചിരിക്കുകയാണോ ഇപ്പോൾ സുപ്രീം കോടതി? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ CPIM നേതാവ് മുൻ MP കൂടിയായ ഡോക്ടർ A സമ്പത്ത്, BJP വക്താവ് ജോമോൻ ചക്കാലക്കൽ, മുൻ MPയും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കളിലേക്ക് ഒന്ന് വരികയാണ്. ഈ സുപ്രീം കോടതിയുടെ 143-ാം അനുച്ഛേദമനുസരിച്ചുള്ള ഭരണഘടനയുടെ അനുച്ഛേദമനുസരിച്ചുള്ള സവിശേഷ അധികാര ഉപയോഗം ഇപ്പോൾ എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ഇന്നിപ്പോൾ കേരള ഗവർണർ ഉൾപ്പെടെ ചില പ്രതികരണങ്ങൾ നടത്തിയത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സുപ്രീം കോടതി വളരെ ലളിതമായി ഒരു കാര്യം രാഷ്ട്രത്തെ എന്ന് പറയുമ്പോൾ രാഷ്ട്രപതിയെയും ഗവർണർമാരെയും ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ സങ്കീർണത ഒന്നുമില്ല. നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണ സംവിധാനത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് ജനപ്രതിനിധി സഭകളാണ്, പാർലമെൻറ്റും സംസ്ഥാനത്ത് നിയമസഭകളും. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന നിയമം അന്തിമമാകണമെങ്കിൽ അതിന് രാഷ്ട്രപതിയുടെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഗവർണറുടെ ഒപ്പ് വേണം. ഭരണഘടനാപരമായൊരു റിക്വയർമെൻ്റാണത്. എന്തിനാണ് ഒപ്പിൻ്റെ പ്രാധാന്യം എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഈ രാഷ്ട്രപതി കൂടി ചേർന്നതാണ് പാർലമെൻറ്റ്, ഗവർണർ കൂടി ചേർന്നതാണ് നിയമസഭ. അപ്പം അങ്ങനെയുള്ള സഭ പാസ്സാക്കുന്ന ഒരു നിയമം, അത് സഭ ഇങ്ങനെ പാസ്സാക്കിയിരിക്കുന്നു എന്ന് സ്പീക്കർ ഒപ്പിട്ടാൽ പോരെ. ഇപ്പോൾ ഒരു ബില്ല് ലോക്സഭ പാസ്സാക്കി, അത് മണി ബിൽ ആണ്, രാജ്യസഭയിലേക്ക് അയക്കേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ അതിന് ഒപ്പിടുന്നത്, സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കറാണ്. ഇതൊരു മണി ബിൽ സഭ പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കേവലം ഒരു ഒപ്പിടുന്നതിന് വേണ്ടി മാത്രം ഗവർണർ എന്ന ഈ വലിയ ആർഭാടം അത് നമ്മൾ താങ്ങേണ്ട കാര്യമില്ല. പക്ഷേ ആ ചുമതല നിർവഹിക്കാൻ പോലും ഗവർണർമാർ വിമുഖത കാണിക്കുന്നു. ഒരു ഒപ്പിടുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഒരു ഒപ്പിടാൻ പോലും ബുദ്ധിമുട്ടുള്ളവരാണ് ഗവർണർ രാജ്ഭവനിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കരുതാനും ന്യായമില്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ 35 വയസ്സ്
അതാണ് യോഗ്യത ആകെ പറഞ്ഞിരിക്കുന്നത്. ആർക്കും ഗവർണറാകാം. പക്ഷേ ഭരണഘടന വായിച്ചാൽ അറിയണമെന്നില്ല, ഭരണഘടന വായിക്കണമെന്നില്ല, ലിറ്ററസി പോലും വേണമെന്നില്ല. പക്ഷെ ഒരു ഒപ്പ് ഏതായാലും അവർക്കിടാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അതുമാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഭരണഘടനാപരമായ ഒരു ചുമതല അവർ നിറവേറ്റാനുള്ളത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ആ ചുമതല അവർ നിറവേറ്റാൻ വിമുഖത കാണിക്കുമ്പോൾ ഗവൺമെൻറ്റുകൾക്ക് ഭരണം നടത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. കാരണം ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് പ്രകാരം നിയമം നിർമ്മിച്ച് ഭരണം നടത്താനാണ് ഓരോ പാർട്ടിയും അധികാരത്തിൽ എത്തുമ്പോൾ ശ്രമിക്കുന്നത്. അതിനെ ഗവർണർ ഇടങ്കോലിടുമ്പോൾ, തടസ്സമുണ്ടാക്കുമ്പോൾ എന്താ മാർഗമുള്ളത്? ഹൈക്കോടതികൾ, പിന്നീട് സുപ്രീം കോടതി എല്ലാം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതിന് ശേഷവും ഗവർണർമാർ അവരുടെ ഈ അലംഭാവം തുടരുകയാണ്. ആ സാഹചര്യത്തിലാണ്. അപ്പോൾ അവരുടെ ന്യായം എന്താണ്? ഭരണഘടനയിൽ സമയം പറഞ്ഞിട്ടില്ല, സമയക്ലിപ്തത ഭരണഘടനാ വ്യവസ്ഥകളിൽ കാണുന്നില്ല. അതിനർത്ഥം ഒപ്പിടാതെ അനന്തകാലത്തോളം നീട്ടിക്കൊണ്ടു പോകാവുന്നതാണോ? അവിടെയാണ് ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നത്. ഭരണഘടനയിൽ പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ആ പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന്, ആ ബ്ലാങ്ക് ഫില്ല് ചെയ്യുന്നതിനേക്കുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന്, പത്രസ്വാതന്ത്ര്യം എന്നത് ഭരണഘടനയിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? പലരും ആ ചോദ്യം ചോദിക്കാറുമുണ്ട്. എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ അനുച്ഛേദം 19(1)(a) ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതിൽ പത്രസ്വാതന്ത്ര്യം ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. അല്ലെങ്കിൽ പ്രൈവസി, സ്വകാര്യത മൗലികാവകാശമാണെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ഒരു വാക്കേ ഇല്ല ഭരണഘടനയിൽ. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞല്ലോ, അനുച്ഛേദം 21 വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രൈവസി ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ അത് നിയമമായി, നാട്ടിലെ നിയമമായി, ലോ ഓഫ് ദ ലാൻഡ് ആയി. അതുകൊണ്ട് ഇവിടെ സമയക്ലിപ്തത ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ പേരിൽ പ്രയാസങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് സുപ്രീം കോടതി ഒരു സമയം നിശ്ചയിച്ചിരിക്കുന്നു. അത് 3 മാസം എന്നുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആ 3 മാസം തന്നെ കൂടുതലാണ്. എന്താ ഇത്ര താമസം? 3 മാസം വേണം അവർ ഒപ്പിടുന്നതിന്. ഇപ്പോൾ വഖഫ് ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി അന്ന് രാത്രി തന്നെ രാഷ്ട്രപതി ഒപ്പിട്ടില്ലേ? അത്രയല്ലേ കാര്യമുള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി 3 മാസം എന്ന് പറഞ്ഞു. ശരി, 3 മാസം. അതിൻ്റെ പേരിൽ ആ കോടതി വിധി തെറ്റാണ്, സുപ്രീം കോടതി തെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ BJP-ക്കാർ പറഞ്ഞുകൊള്ളട്ടെ. ഗവർണർമാർ പോലും അങ്ങനെ പറയുന്നത് അങ്ങേയറ്റം ഒരു 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 നിർഭാഗ്യകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. യെസ്, ഡോക്ടർ സമ്പത്ത്, ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് ഒപ്പിടാൻ അറിയണം എന്നുള്ളത് മാത്രം മതി ഒരു ഗവർണറാകാൻ എന്നാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഒപ്പിടാൻ പോലും അറിയേണ്ട എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പിടാൻ അറിയാത്തതുകൊണ്ട് ഒരാൾ നിശബ്ദനായിരിക്കുകയാണെങ്കിൽ അത് ആ സമയക്രമം കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ഡീംഡ് ടു ബി ഗിവൺ അസെൻറ്റ് എന്നുള്ള നിലയിലേക്ക് മാറും എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 10 ബില്ലുകൾ തമിഴ്നാട്ടിൽ അങ്ങനെ ഇപ്പോൾ നിയമമാവുകയും ചെയ്തു. കേരളത്തിലെ പ്രത്യേക സാഹചര്യം നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതുമാണ്. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് കേരള ഗവർണർ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പാർലമെൻറ്റിൻ്റെ സ്ഥാനത്ത് ആണ് ഇപ്പോൾ പാർലമെൻറ്റ് ചെയ്യേണ്ട ജോലിയാണ് ഇപ്പോൾ 2 ജഡ്ജിമാർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടത്. അപ്പോൾ ഇതൊക്കെ പുതിയ അറിവുകളാണ്, പുതിയ രീതിയിലുള്ള കാര്യങ്ങളാണ് അവരൊക്കെ പറയുന്നത് എന്ന് കാണേണ്ടതുണ്ടോ? എങ്ങനെ മനസ്സിലാക്കണം? ഡോക്ടർ ലാല്, ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഈ വിധിന്യായം അത് നമ്മുടെ രാജ്യമെമ്പാടും ഇത് ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും മാത്രമൊന്നുമല്ല, നിയമവിദ്യാർത്ഥികളും രാഷ്ട്രീയ വിദ്യാർത്ഥികളും മാത്രമൊന്നുമല്ല, ലോകത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കുന്നതായിട്ടുള്ള ഭരണഘടനകളെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം ഇന്നിപ്പോൾ ചർച്ച ചെയ്യുകയാണ്. ഞാനത് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായി ഞാൻ പറയാം. നമ്മുടെ കേരളത്തിൽ അടിയന്തരാവസ്ഥക്കാലത്ത് രാജൻ അപ്രത്യക്ഷമായി എന്നേക്കുമായി. അതുമായി ബന്ധപ്പെട്ടുണ്ടായ പിന്നീടുള്ള ഹേബിയസ് കോർപ്പസ് ഹർജിയും അതിൻ്റെ വിധിന്യായങ്ങളും പിന്നീട് ലോകത്തിലെ വിവിധ സർവകലാശാലകളിൽ ആ കേസ് പഠിക്കുന്നതിന്, ആ കേസ് തന്നെ എൻ്റെ അറിവിൽ, ഞാനെന്നൊരു നിയമവിദ്യാർത്ഥിയാണ്, ഓസ്ട്രേലിയയിലെ ഹൈക്കോടതികളിൽ പോലും ആ വിധിന്യായത്തെ അവലംബിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഈ ഭരണഘടന അനുസരിച്ചാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ നിയമങ്ങളും ഇത്തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും, ഗവർണർ എന്ന ഭരണഘടനാ സ്ഥാപനം ഉൾപ്പെടെ, രാഷ്ട്രപതി എന്ന ഭരണഘടനാ സ്ഥാപനം ഉൾപ്പെടെ വരുന്നത്.
ഇപ്പോൾ ഭരണഘടനയിൽ എഴുതപ്പെട്ടിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയെല്ലാം നടത്തുമ്പോൾ അത് ചിലപ്പോൾ ഗവർണർമാരോ അല്ല BJPയുടെ വക്താക്കളോ എല്ലാം ആ ചർച്ച നടത്തുന്നതിന് മുമ്പ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന, അതിപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലെ തന്നെ ഞാനും പാർലമെൻറ്റ് അംഗമായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ പാർലമെൻറ്റിലെ ലൈബ്രറികൾ ഞങ്ങൾക്ക് അത്തരത്തിൽ ഈ ചില പുസ്തകങ്ങൾ അത് ഇപ്പോൾ അത് സൈറ്റിലുമെല്ലാം ലഭ്യമായിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ 1949 ആണ്ട് മെയ് മാസം 31/5/1949 വളരെ ദീർഘമായൊരു ചർച്ച നടക്കുകയുണ്ടായി. ഞാൻ ആ ചർച്ചയുടെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുകയല്ല. ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധിന്യായത്തെ വിമർശിക്കുകയോ അല്ല, സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ അത് ജുഡീഷ്യൽ ഓവർ ആക്ടിങ് ആയിപ്പോയി എന്നൊക്കെ പറയുന്നു എങ്കിൽ ഗവർണർമാരെ സംബന്ധിച്ച് അന്ന് ആ ചർച്ച ഉണ്ടായത് എന്തുകൊണ്ടെന്നറിയോ ഡോക്ടർ ലാലെ? 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ. ഒന്ന്, യൂണിയൻ ഗവൺമെൻറ് അത്തരത്തിൽ ഗവർണർമാരെ നിയമിക്കുക എന്നുള്ളത് നോമിനേഷനാണ്. 2, ഗവർണർമാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നമ്മളിന്ന് ജനപ്രാതിനിധ്യ നിയമത്തിൽ നമ്മളങ്ങനെ MLA-മാരെ MP-മാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ അത്തരത്തിൽ അവരോട് ഉത്തരവാദിത്വമുള്ള ഭൂരിപക്ഷമുള്ളൊരു ഗവൺമെൻറ് എക്സിക്യൂട്ടീവായി മാറുന്നത് പോലെയുള്ള കാര്യത്തിൽ ഡോക്ടർ അംബേദ്കർ ഇക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാചകം മാത്രം ഞാനിവിടെ വായിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാചകം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഈ കാര്യത്തിൽ പറയുകയാണ്, ദ ഗവർണർ കുഡ് നോട്ട് ഹാവ് നോ പോളിസി നോട്ട് ഹാവിങ് എനി പവർ. ഇനി എന്താ വേണ്ടത്? ഗവർണർക്കൊരു നയവുമില്ല, ഗവർണർക്ക് അങ്ങനെ അധികാരവും ഇല്ല. എവിടെയാണ് പോളിസി? പോളിസി ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള, ലെജിസ്ലേച്ചറിനോട് ഉത്തരവാദിത്വമുള്ള, അതിൽ ഭൂരിപക്ഷമുള്ള എക്സിക്യൂട്ടീവിനാണ് പോളിസി. അപ്പോൾ അധികാരം എവിടെയാണ്? അധികാരം ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അധികാരത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള അതിൻ്റെ ഫലങ്ങളും അനുഭവിക്കാൻ ജനങ്ങൾക്കാണ് അതിൻ്റേതായ അധികാരം ഭരണഘടന നൽകുന്നത്. ഇവിടെ ഗവർണർ എന്നത് ഒരു ആലങ്കാരിക പദവി മാത്രമാണ് എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ തന്നെ വെളിവാക്കുകയാണ്. ഞാനത് കുറേ കാര്യങ്ങൾ വായിച്ചതാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഞാനിത് ഈ ഒരു വാചകം മാത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനമായിരുന്നാലും ഏത് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നാലും അവരെ നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ല തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ അവരുടേതായ കാലാവധി തീർന്നാൽ ഒരു നിമിഷം പോലും അവിടെ തുടരാൻ കഴിയോ? ഒരു സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിക്ക്, യൂണിയൻ ക്യാബിനറ്റിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറിക്ക്, അല്ല ഈ ലോക്സഭയുടെ സെക്രട്ടറി ജനറലിന്, അല്ല ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക്, സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് അവരുടേതായിട്ടുള്ള കാലാവധി ആ ടെന്യൂർ കഴിഞ്ഞാൽ ഒരു ദിവസമല്ല ഒരു നിമിഷം തുടരാൻ കഴിയില്ല. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഈ ഗവർണർമാർക്ക് വേണമെങ്കിൽ ഇനി പറയാം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാലാവധി പറയുന്നില്ല, ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ നീക്കം ചെയ്യുന്നില്ല എന്നുണ്ട് എങ്കിൽ പിന്നെ ഞങ്ങളിങ്ങനെ വാസ്തവത്തിൽ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കേരളം പോലുള്ള ചില സംസ്ഥാനങ്ങളിലെ ചില ഗവർണർമാർ കാലാവധി കഴിഞ്ഞതിന് ശേഷവും അത്തരത്തിൽ തുടർന്നതടക്കം ഒരു ഭരണഘടനാ ലംഘനമാണ് എന്ന് പറയുന്നതിനാണ്. ഇവിടെ ഇത് ആദ്യത്തെ കേസല്ല ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. ഇതിലൊരു പ്രത്യേകത എന്നുള്ളത് ഇതിൽ 1 മാസം 3 മാസം എന്നൊക്കെ പറഞ്ഞു അത്തരത്തിൽ 3 കാര്യങ്ങളെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ 10 ബില്ലുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പറയുമ്പോൾ ഇതിനു മുമ്പ് തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പഞ്ചാബ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് രാജസ്ഥാൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ നടപടികളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിരവധി വിധിന്യായങ്ങൾ വന്നിട്ടുണ്ട്. SR ബൊമ്മൈ കേസ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ് എന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. ഈ ഗവർണർമാർ വന്ന് ഈ ഫ്രാങ്കൻസ്റ്റീനെ ഇങ്ങനെ നിർമ്മിച്ചിട്ട് വിട്ടുകൊടുത്തതുപോലെ എന്തുമാവാം എങ്ങനെയുമാവാം അങ്ങനെ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത നിലയിലേക്ക് പോകാം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക ജനാധിപത്യത്തിന് അപകടകരമാണ്. ഗവർണർമാർ ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ടോ? ഇല്ല. നിയമസഭയുടെ ഉത്തരവാദിത്വമുണ്ടോ? ഇല്ല. പിന്നെ ആരോടാണ് ഉത്തരവാദിത്വം? ആ ഉത്തരവാദിത്വം ആരോട് എന്നുള്ള പ്രസക്തമായൊരു ചോദ്യം ഇവിടെ വരികയാണ്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, ഈ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ അവസാനമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഗവർണർ രവി ഡിഡ് നോട്ട് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. ആ വിധിന്യായത്തിലൊരു വാചകമാണ്. ഈ പറഞ്ഞിട്ടുള്ളൊരു വാചകം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മന്ത്രിയെ സംബന്ധിച്ചാണ് എങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എങ്ങനെ അഴിഞ്ഞാടുമായിരുന്നു, എങ്ങനെ കൊട്ടിഘോഷിക്കുമായിരുന്നു, എങ്ങനെ ആയിരുന്നേനെ നമ്മുടെ നാട്ടിലെ അവസ്ഥ. അല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും അടക്കം.
അപ്പോൾ ഒരു ഗവർണർ ചെയ്തതായ ഭരണഘടനാദത്തമായ ചുമതല നിർവഹിച്ചതിൽ ഹി ഡിഡ് നോട്ട് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നാലും അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്ന് വെച്ചാൽ അല്പൻ്റെ ആസനത്തിൽ ആൾ കിളിർത്താൽ അതൊരു തണലെന്ന് മാത്രമല്ല, അതിൽ വടം കെട്ടി ഊഞ്ഞാലിട്ട് അവിടെ ഇരുന്ന് ആടി ആളിൻ്റെ കാ പറിച്ച് തിന്നിട്ട് വഴിയെ പോകുന്നവരോട് വിളിച്ചിട്ട് വാ നീയും കഴിക്കുന്നില്ലേ ആളിൻ്റെ കായ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. എത്രയും വേഗം ശ്രീ രവി രാജിവെച്ചൊഴിയുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ പറയുന്ന പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ അവസാനിച്ചതായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ നീക്കം ചെയ്യുക എന്നതാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം യൂണിയൻ ഗവൺമെൻറ്. യെസ്, ശ്രീ ജോമോൻ ചക്കാലക്കൽ, ഈ പറഞ്ഞതൊക്കെ ഗവർണർ രവിക്കോ അതല്ലെങ്കിൽ അതുപോലെ പെരുമാറിയ ഏതോ ഒരു ഗവർണർക്കോ മാത്രം അവകാശപ്പെട്ടതല്ല. ഇപ്പോൾ ഡോക്ടർ സമ്പത്തൊക്കെ പറഞ്ഞ ഈ ചൊല്ലുകളൊക്കെ അതൊക്കെ കിട്ടുന്നത് സുപ്രീം കോടതിയുടെ ആ വിധിയിലൂടെ ആർക്കൊക്കെ അടി കിട്ടി എന്ന് പറയുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ഉള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം BJPക്ക് അവകാശപ്പെട്ടതായതുകൊണ്ടാണ് താങ്കൾ ഈ ചർച്ചയിൽ ഒരു ഭാഗത്ത് ഇരിക്കുന്നതും. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ സുപ്രീം കോടതിയുടെ ഈ വിധിയോടുകൂടി എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഗവർണർമാർക്ക് അങ്ങനെ ഒരു ഡിസ്ക്രിഷനോ സമയക്രമമില്ലായ്മയോ തോന്നുമ്പോൾ ഒരു പ്ലഷർ ഉണ്ട് എന്നുള്ളത് അവർ അങ്ങനെ സ്വയം വിചാരിച്ച് ആ പ്ലഷർ ഉണ്ടാക്കിയെടുത്ത് അവതരിപ്പിക്കലോ ഒന്നുമല്ല എന്ന് വ്യക്തമാക്കുന്ന ഒന്നാന്തരം ഒരു ഭരണഘടനാ സംബന്ധമായ വിധിയാണ് സവിശേഷ അധികാരം ഉപയോഗിച്ച് സുപ്രീം കോടതി ഇപ്പോൾ നമ്മുടെ മുമ്പിലാകെ തന്നിരിക്കുന്നത്. ഇത് BJP ഇപ്പോൾ എങ്ങനെ കാണുന്നു? ചില ഗവർണർമാർ അതിനെ ആ രീതിയിൽ കാണുന്നില്ല എന്ന് കേരള ഗവർണർ ഉൾപ്പെടെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇത് പാർലമെൻറ്റിൻ്റെ അധികാരം കടന്നു കയറി ഈ 2 ജഡ്ജിമാർ ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ എടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ വിധിയോടുള്ള അനുകൂല സമീപനമല്ല കാണിക്കുന്നത്. ഇത് BJPയുടെ സമീപനമാണോ? ഡോക്ടർ ലാലെ, ആദ്യമേ പറയട്ടെ, ഇതിൽ BJPക്ക് പ്രത്യേകിച്ച് അടികൊള്ളുന്ന പരിപാടിയൊന്നുമില്ല. ഗവർണർ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, അതിൽ BJPയെ കൂട്ടിയിണക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾ മറ്റു കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പരിണതപ്രത്യരായ എത്രയോ എന്നേക്കാൾ സീനിയേഴ്സായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഡോക്ടർ സമ്പത്ത് നിൽക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന രണ്ടുപേരും നിയമത്തിലൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ്. പക്ഷേ അവർ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ കേസ് മാത്രം എടുത്താൽ മതി. ഇവിടെ ഭരണഘടനാ ബെഞ്ചുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ തൊടാൻ പോലും ഈ 2 ജഡ്ജിമാർക്ക് എന്താണ് അധികാരം? ഈ 2 ജഡ്ജിമാർക്ക് ആർട്ടിക്കിൾ 143 സെക്ഷൻ അതിൻ്റെ ക്ലോസ് 3 വെച്ച് നോക്കിയാൽ ഈ 2 ജഡ്ജിമാർക്ക് എന്താണ് അധികാരം? ഈ 2 ജഡ്ജിമാരുടെ അധികാരം എന്ന് പറയാൻ കഴിയുമോ? ഒരു സിവിൽ കേസ് വാദിക്കുന്ന അല്ലെങ്കിൽ ഒരു സിവിൽ കേസ് റിട്ട് ചെയ്യുന്ന 2 ജഡ്ജിമാർ എന്ന് കവിഞ്ഞ് ഭരണഘടനാ ബെഞ്ചിൽ മിനിമം ഞാൻ ഇത്രയും വലിയ ജഡ്ജിമാർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ടെങ്കിലും വിധി പുറത്തിറക്കിയ ജഡ്ജിയെ കുറിച്ച് അവർക്ക് എന്താണ് ഇതിനുള്ള അധികാരം എന്ന് ചോദിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. ഇത് മറ്റാരെങ്കിലും ആണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ ഏത് രീതിയിലാകുമായിരുന്നു ഇപ്പോൾ പ്രതികരണങ്ങൾ എന്നുള്ളത് വേറെ ഒന്ന്. 2 ഇപ്പോൾ എമ്പുരാൻ സിനിമ സെൻസർ ചെയ്തതിന് ശേഷം നമ്മൾ അത് വീണ്ടും 24 വെട്ടുവെട്ടി വീണ്ടും പ്രദർശിപ്പിക്കുന്നത് കണ്ടു. അതുപോലെ ഈ വിധിയും ഇപ്പോൾ ഈ വിധി എങ്ങനെയാണ് ഇവർ പുറത്തിറക്കിയത്, ഇത് മാറ്റണം എന്നൊക്കെയാണോ താങ്കൾ പറഞ്ഞത്? നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാർ ലാലെ തുടക്കത്തിൽ തന്നെ ഇന്റർഫിയർ ചെയ്യില്ല. ഞാൻ പറഞ്ഞു ലാലെ, ഞാനൊരു കാര്യം പറയാം. നിലവിൽ സുപ്രീം കോടതി ജഡ്ജിമാര് ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് മാത്രമേ വിധികൾ പ്രഖ്യാപിക്കാൻ കഴിയൂ. ഇവിടെ രാഷ്ട്രപതിയുടെ പേരൊന്നും ഇതിൽ പരാമർശിക്കാനുള്ള അധികാരം ഈ ബെഞ്ചിനില്ല. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരല്ല എൻ്റെ 2 സൈഡിലും ഇരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് എനിക്കറിയാം. പക്ഷെ അവർ രാഷ്ട്രീയ ലാഭം ഇവിടെ അവർക്ക് പറഞ്ഞേ മതിയാകൂ. നിങ്ങൾക്ക് കടക്കാം. അതാണ് ഒന്ന്. 2, ഈ പറയുന്ന കാര്യത്തിൽ എന്താണ് ഇവർക്ക് പറ്റിയ തെറ്റ്, അത് നിങ്ങൾ ചൂണ്ടിക്കാട്ടണം. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, ഈ ഗവർണർമാർക്ക് ഇങ്ങനെ സമയക്രമം പറഞ്ഞ ഒരു വിധി നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നിങ്ങൾ അതിനോട് യോജിക്കുന്നേ ഇല്ല എന്നാണോ?
എൻ്റെ ഡോക്ടർ ലാലെ, നമ്മൾ രാഷ്ട്രീയമായി നിങ്ങൾക്ക് ഒരുപക്ഷെ BJP-യോടോ എന്തെങ്കിലും വിരോധമൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ വിഷയത്തിൽ പക്ഷേ നിങ്ങളതിന് കൈയടിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ പറയാം. അങ്ങനെ ഒരു നിയമസഭ പാസ്സാക്കുന്ന എല്ലാ കാര്യത്തിനുമൊക്കെ ഇവിടുത്തെ ഗവർണർമാരും രാഷ്ട്രപതിയും ഒക്കെ ഒപ്പിടാൻ നിന്നാൽ നമ്മളിപ്പോൾ ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിളാണ്. ഇപ്പം നമുക്കെല്ലാം വൈകാരികമായൊരു പ്രശ്നമാണ് നമുക്ക് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നാളെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നിയമസഭ വിളിച്ചുകൂട്ടി പറയുകയാണ്, ഞങ്ങൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു നിയമം പാസ്സാക്കുന്നു, നാളെ മുതൽ തമിഴ്നാട്ടിലേക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കുന്നു. നേരെ ഈ സാധനം ഗവർണറിലേക്ക് അയക്കുന്നു. ഗവർണർ ഇത് രാഷ്ട്രപതിയിലേക്ക് അയക്കുന്നു. ഈ ഇന്നത്തെ ജഡ്ജിമാരുടെ വിധിപ്രകാരം ആ വിധിയെ ഭയന്നുകൊണ്ട് ഈ രാഷ്ട്രപതിയും ഗവർണറും ഇതിനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും കാര്യങ്ങൾ? അല്ല, നേരെ തിരിച്ചാണെങ്കിലോ, ഇനി തമിഴ്നാടിന് വെള്ളം കൊടുക്കാം, ആവശ്യം പോലെ വെള്ളം കൊടുക്കാമെന്നൊരു വിധി ഉണ്ടാക്കിയിരിക്കട്ടെ, ആ വിധി ഇതുപോലൊരു ഗവർണർ വെച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? അല്ല, ആ വിധി ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല. ഞാൻ എല്ലാത്തിനും അതിൻ്റെതായ പ്ലസ്സിൽ കാണണം. ഇതെല്ലാം ഒരു വിവേചനാധികാരമില്ല. ഗവർണർക്ക് ഒരു അധികാരമില്ല എന്നൊക്കെ ഡോക്ടർ സമ്പത്ത് പറയാൻ കഴിയുമോ? ഇവിടെ ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് കറക്റ്റായിട്ട് വായിച്ചു നോക്കിയാൽ ഡോക്ടർ സമ്പത്തെ 20-25 വർഷം സുപ്രീം കോടതിയിൽ കേസ് നടത്തിക്കഴിഞ്ഞ് വിധി പറഞ്ഞ ഒരു കൊലപാതകയെ ശിക്ഷിക്കാൻ വേണ്ടിയ കൊലപാതകയെ തൂക്കിക്കൊല്ലാൻ ഒരുപക്ഷെ സുപ്രീം കോടതിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസിൽ ആ വ്യക്തിയെ വെറുതെ വിടാൻ പോലും അധികാരമുള്ള ഒരു അധികാര കേന്ദ്രമാണ് വാസ്തവത്തിൽ ഗവർണർ. രാഷ്ട്രപതിയല്ല. രാഷ്ട്രപതിക്ക് അതുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവർണർക്കുമുണ്ട്. ഗവർണറുടെ അധികാര പരിധിയൊന്നും നമ്മൾ വെറുതെ തള്ളിക്കളയരുത്. നമ്മൾക്ക് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ സാറേ. ഗവർണറുടെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് പോകാൻ പറ്റില്ല. ഈ ആളുകൾ ഇത് കേട്ടോണ്ടിരിക്കുന്നതാണ്. ഭരണഘടനയൊക്കെ എല്ലാവർക്കും മാനിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് സ്വന്തമായിട്ട് തോന്നുന്ന ഡിസ്ക്രിപ്ഷൻ അല്ല. നിയമസഭ ജനങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകൾ നിയമസഭയിൽ ചർച്ച ചെയ്ത്, അത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷമാണെങ്കിലും അതിൽ വേണ്ട മാറ്റങ്ങളോടുകൂടി ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞ കാര്യം പെട്ടെന്ന് ഗവർണറുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ ഒരൊറ്റ ആൾ അവിടെ ഇരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് ഇതൊക്കെ ആലോചിച്ച് ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഡിസ്ക്രിപ്ഷൻ എന്ന് ഇപ്പോൾ സുപ്രീം കോടതി ഇതിലൂടെ പറഞ്ഞിരിക്കുകയാണ്. ഈ വിധി വായിച്ചു നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ല. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഇന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്ന എന്താ? തമിഴ്നാട്ടിൽ ഇനി മുതൽ നീറ്റ് എക്സാം ബാധകമല്ല. എന്തു വലിയൊരു പ്രത്യാഘാതമാണെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, അത് അവിടെ ഭരിക്കുന്നവർ നോക്കണം. അവിടെ ഭരിക്കുന്നവരും അവിടുത്തെ പ്രതിപക്ഷവും നിങ്ങൾക്കത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അത് ജനങ്ങളിൽ നിന്ന് നിങ്ങൾ അധികാരം വാങ്ങി വേണം നിങ്ങൾ അതൊക്കെ നടപ്പിലാക്കാൻ. അല്ലാതെ ഇപ്പോൾ അധികാരം കിട്ടിയ തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ആ നിയമസഭയിൽ ആ കാര്യങ്ങൾ അവതരിപ്പിച്ച് അത് അവിടെ പാസ്സാക്കി ബില്ല് പാസ്സാക്കി വരുമ്പോ അത് ഞങ്ങൾ ഒപ്പിടാൻ സമ്മതിക്കില്ല. പല നിയമപ്രശ്നങ്ങളും, ആ നീറ്റ് എക്സാം എഴുതുന്നതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളത് സമ്മതിക്കില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക? അത് അവിടുത്തെ ജനങ്ങളുടെ താല്പര്യമാണ്. ആ ജനങ്ങൾ കൊടുത്ത അധികാരം ഉപയോഗിച്ചാണ് അവർ ആ ബില്ല് പാസ്സാക്കിയത്. ഒരു തിയറി ഓഫ് സെപ്പറേഷൻ ഉണ്ട്. ഒരു മിനിറ്റ് ഞാനൊരു പറയാമെന്നേ നോക്കൂ, അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ താങ്കൾ മിണ്ടാതിരുന്നില്ലേ? ഒരു 2 മിനിറ്റ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. അല്ല, അങ്ങനെ നിങ്ങൾ ഒരു മിനിറ്റ് അവസരം തരുന്നേ. നമുക്കൊരു ജനാധിപത്യ ഭരണത്തിൻ്റെ ഒരു പ്രധാന തത്വമാണ് അധികാര വിഭജനം. ആ അധികാര വിഭജനം ഞാനത് പറയാം. ഞാനൊരു മലയാളം തന്നെ ഇനി പറയാം, ഇംഗ്ലീഷ് പറഞ്ഞിട്ട് സമയം ഇല്ല ഇതൊന്നും പറയാൻ. നോക്കൂ, ജനാധിപത്യ ഭരണത്തിൻ്റെ ഒരു പ്രധാന തത്വമായ അധികാര വിഭജനം. സർക്കാർ അധികാരത്തെ വ്യത്യസ്ത ശാഖകളായി വിഭജിക്കുന്നു. നിയമനിർമ്മാണ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 200 ഉപയോഗിച്ച് ഗവർണർ എന്താണ് ചെയ്യേണ്ടത്? ഗവർണർക്ക് ഒരു ബില്ല് തന്റെ മുമ്പിലേക്ക് വന്നാൽ അത് ഒപ്പിടാൻ, നിയമസഭ പാസാക്കിയ ബില്ല് തന്റെ മുമ്പിലേക്ക് വന്നാൽ അത് ഒപ്പിടാൻ എത്ര സമയം എടുക്കാം എന്നുള്ളതാണ് ഇവിടെ ചർച്ചാ വിഷയം. അത് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അതിൽ എവിടെയാണ് നിങ്ങളുടെ തർക്കം? ലാലെ പറയാൻ അവസരം തരൂ. രാഷ്ട്രപതിയുടെ പേര് പറയാൻ പോലും ഭരണഘടനയ്ക്ക് ഭേദഗതി വരുത്താൻ ഈ ബെഞ്ചിന് ഒരധികാരവുമില്ല. ഒന്നാമത് ഇന്ന് നിയമം അറിയാത്ത അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി അങ്ങനെയാണെങ്കിൽ ഈ ബെഞ്ചിന് ഇതിനുള്ള അധികാരമില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പറയും. അല്ലാതെ ഈ ചർച്ചയിൽ വന്നിരുന്ന അധിക്ഷേപിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ കാര്യത്തിൽ ജഡ്ജിമാർ ഇങ്ങനെ വിധി കൽപ്പിച്ചിരിക്കുന്നു, നിയമമായി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? വാക്കുകളെ കടമെടുത്തുകൊണ്ട് പറയുന്നു
അമിതമായ കടന്നുകയറ്റം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് നമ്മൾ ഒരു രാഷ്ട്രീയ ഈ ജഡ്ജിമാർ അനാവശ്യമായി കടന്നു കയറി അതുകൊണ്ട് അവരെ പുറത്താക്കാം, ഇതൊക്കെയാണോ നിങ്ങളുടെ വിചാരം? അല്ല, അത് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അല്ല, ഈ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നേ, ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്നേ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നോക്കൂ, ഭരണഘടനാ ബെഞ്ചിൽ മിനിമം 5 ജഡ്ജിമാരും 7 ജഡ്ജിമാരൊക്കെ വേണമെന്നിരിക്കെ അല്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമെന്നേ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യരുത്. സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാനുള്ള ആഹ്വാനം ചെയ്യാനുള്ള അവകാശമുണ്ട്. ശരി, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതിനെ അംഗീകരിക്കുന്നില്ല, ഈ ജഡ്ജിമാർക്കുള്ള അവകാശമില്ല. അതാണ് ഡോക്ടർ സമ്പത്ത്, താങ്കളുടെ മറുപടിയാണ് അതിനകത്ത് വേണ്ടത്. ഡോക്ടർ സമ്പത്ത്, ഇതിനകത്ത് രാഷ്ട്രീയമാണ് കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമാണ്. എന്താണ് ആർലേക്കർ എന്ന കേരള ഗവർണർ ഇന്ന് പറഞ്ഞിരിക്കുന്നത്? അത് അദ്ദേഹത്തിന് പറ്റിയ ഒരു സ്ലിപ്പ് ഓഫ് ടങ് അല്ല, അദ്ദേഹത്തിൻ്റെ ചിന്ത ഉപയോഗിച്ച് മാത്രം പറഞ്ഞതല്ല എന്നാണ് ജോമോൻ ചക്കാലക്കൽ ഇപ്പോൾ ഈ കാര്യത്തിൽ BJPയുടെ അഭിപ്രായമായി ജഡ്ജിമാരെ വരെ വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അതിന് ഞാനിപ്പോൾ ബഹുമാന്യനായ കേരള ഗവർണറെ ശ്രീ ആർലേക്കറിനെയോ അതല്ല നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങാതി ശ്രീ ജോമോനെയോ ഞാൻ വിമർശിക്കാനൊന്നും ഞാൻ ഈ വേള ഉപയോഗിക്കുകയല്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഇവരുടെ തന്നെ ബഹുമാന്യനായ നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ മോദി തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ കേസിൽ, ആ കേസ് 143 അനുസരിച്ച് ഇന്ത്യയുടെ പ്രസിഡന്റ് റെഫർ ചെയ്തതൊന്നുമല്ല. ആ ഇലക്ട്രൽ ബോണ്ടുകളുടെ കേസ് വരുന്നത് തന്നെ ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് പാർലമെൻറ്റ് പാസ്സാക്കിയതാണ്, അതുകൊണ്ട് ഇതിനെല്ലാം അംഗീകാരമുണ്ട് എന്നുള്ള നിലയിലേക്ക് ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞതെല്ലാം റെക്കോർഡിൽ തന്നെയുണ്ട്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ ആ കേസിൽ കക്ഷി ഒരേ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് അതിൽ, ആ പാർട്ടി അതിനകത്തുള്ളത്, മറ്റൊന്നും രാഷ്ട്രീയ കക്ഷികളല്ല പെറ്റീഷനേഴ്സ് ആയിട്ടുള്ളത്. ഡോക്ടർ ലാലെ, ആ വിധിന്യായത്തിൽ തന്നെ CPMൻ്റെ പേര് എടുത്തും പറയുന്നുണ്ട്. ആ വിധിന്യായത്തിൽ പറയുന്നത് ഇലക്ട്രൽ ബോണ്ടുകളുടെ അതിന് നിയമസാധുത, ഞങ്ങളതിന് പറഞ്ഞത് ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് ദ കറപ്ഷൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അതിനപ്പുറം വേറൊന്നും പറയാനില്ല. ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നും പറയാനില്ല. ഇപ്പോൾ ഇവിടെ BJP പറയുന്നതായ ന്യായങ്ങളെ സംബന്ധിച്ച് എന്താണ്? ഇവിടെ സുപ്രീം കോടതി തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പറഞ്ഞ 100 അല്ല, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാനിവിടെ ആരുടെയും സമയം ഞാൻ അപഹരിച്ചില്ല. ഇങ്ങനെ അസ്വസ്ഥതയും അസഹിഷ്ണുതയും നമ്മൾ വേണോ? അങ്ങനെ ഇവിടെ സുപ്രീം കോടതി ഈ 414 പുറങ്ങളിലധികം വരുന്നതായിട്ടുള്ള ഈ വിധിന്യായം 414 പേജിനപ്പുറം ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. ആ വിധിന്യായത്തിൽ തൊട്ടപ്പുറത്തുള്ള ശ്രീലങ്ക എന്ന രാഷ്ട്രം, അതൊരു ഫെഡറൽ രാഷ്ട്രമാണ്. ആ ശ്രീലങ്കയിലെ പ്രോവിൻസുകൾ അവിടെ നമ്മുടെ ഇന്ത്യയിലേതുപോലെ തന്നെയാണ്, അവിടുത്തെ ഭരണ സംവിധാനം ഏതാണ്ട് അതുപോലെയാണ്. ആ പ്രോവിൻസുകളിൽ ഇത്തരത്തിൽ പാസ്സാക്കപ്പെടുന്നതായിട്ടുള്ള ഏതെങ്കിലും നിയമനിർമ്മാണം അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയമുണ്ടായാൽ അത് പ്രോവിൻസുകളിലെ ഗവർണർമാർ അങ്ങനെ കാലവിളംബത്തോടുകൂടി വെച്ച് താമസിപ്പിക്കരുത് എന്നും അത് അവിടുത്തെ പ്രസിഡന്റിന് അയക്കണമെന്നും പ്രസിഡന്റിന് ഇക്കാര്യത്തിൽ സംശയം വന്നാൽ അവിടുത്തെ സുപ്രീം കോടതിയുടേതായിട്ടുള്ള ഉപദേശം തേടണമെന്നുള്ളത്. ഇവിടെ ജോമൻ പറഞ്ഞ ആർട്ടിക്കിൾ 143 എന്നുള്ളത് രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ ഇൻട്രി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും ഇത്തരം കാര്യം, ഇൻട്രി ബെർബാർ യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് കേട്ടിട്ടുള്ളത് പോലെ അത് സുപ്രീം കോടതിയുടെ ഈ അവരുടെ ഉപദേശത്തിന് വേണ്ടി അങ്ങനെ രാഷ്ട്രപതി അയക്കുന്നതാണ്. ഇവിടെ ഈ കേസ് അങ്ങനെ ഉത്ഭവിച്ചതല്ല. ഈ കേസ് വന്നത് തമിഴ്നാട് സംസ്ഥാനത്തെ സർക്കാർ സഹികെട്ട് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് ഇതിന് മാത്രമല്ല, കേരളം ഉൾപ്പെടെയുള്ള മറ്റു പല സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ യൂണിയൻ ഗവൺമെൻറ്റിനെതിരായി തന്നെ ഇത്തരത്തിൽ ചില കാര്യങ്ങളിൽ കേസിന് പോയിട്ടുണ്ട്. അത്തരത്തിൽ കേസിന് പോയിട്ടുള്ളതിൽ എന്താണെന്ന് പറഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ് ഒരു ഭാഗത്തും സംസ്ഥാന ഗവൺമെൻറ്റുകൾ മറുഭാഗത്തുമായിട്ട് വരുന്നതായിട്ടുള്ള കേസുകൾ ഇത്തരത്തിൽ നിരവധി സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പോയിട്ടുണ്ട്. ഇവിടെ ഈ ഗവർണർമാരുടെ അധികാരങ്ങൾ അപരിമിതമാണ്, അൺലിമിറ്റഡ് ആണ്, ആയിരിക്കണം എന്ന് BJP ആഗ്രഹിക്കുന്നത്. BJPക്ക് യൂണിയൻ ഗവൺമെൻറ് അത്തരത്തിലുള്ളത് കൊണ്ട് അവരാണ് ഇത്തരത്തിൽ ഗവർണർമാരെ നിയമിക്കുന്നത് എന്നുള്ളത്. കാരണം ആ ഫയൽ ഒറിജിനേറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി ഇത് കറങ്ങിത്തിരിഞ്ഞ് വരുന്നതുമായി ബന്ധപ്പെട്ട അവസാനം ഈ ഗവർണർമാർ ആരോടാണ് ഇത്തരം കാര്യങ്ങൾ ഇത് അവർ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ ആ റിപ്പോർട്ട് ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി കാര്യാലയവുമായി ബന്ധപ്പെട്ടാണ്, രാഷ്ട്രപതിയാണ് എന്ന് നിയമപ്രകാരം നമ്മൾ ഭരണഘടന അനുസരിച്ച് പറഞ്ഞിരുന്നാലും ഇവിടെ ഇത് ഗവർണർമാരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നിലേറെ തവണ ഇക്കാര്യത്തെ സംബന്ധിച്ച് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞു,
വീണ്ടും പറഞ്ഞു ഇതിന് എങ്ങനെയാ പറയുക, ഈ പള്ളിക്കൂടത്തിലൊക്കെ പിള്ളേർ ഇങ്ങനെ ഈ സ്ഥിരമായി ചില കുസൃതി കാണിക്കുന്ന കുട്ടികൾ എത്ര പറഞ്ഞിരുന്നാലും അതിൻ്റെ വികൃതിത്തരം വല്ലാതെയായി മറ്റു കുട്ടികളുടെ മേക്കിട്ട് കയറുന്ന നിലയിലേക്കാകുമ്പോൾ കൈ ഇങ്ങനെ നീട്ടി, പണ്ട് അധ്യാപകർ ചൂരിൽ വെച്ച് തല്ലു കൊടുക്കുമ്പോൾ ആ കൈ വീണ്ടും ഇങ്ങനെ ഈ പുറകിൽ ഇങ്ങനെ നിക്കറിൽ വീണ്ടും കൈ നീട്ടി വീണ്ടും അത് തന്നെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നത് പോലുള്ളൊരവസ്ഥയിലേക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ നിരവധി തവണ മുന്നറിയിപ്പുകളായി അത്തരത്തിൽ നിരവധി കേസുകളിൽ ലഭിച്ചതാണ്. പക്ഷേ യൂണിയൻ ഗവൺമെൻറ് അത് അംഗീകരിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളല്ല നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. നിയമത്തിനോ രാജ്യസഭ പാസ്സാക്കുന്ന നിയമത്തിനോ ഒന്നും ഒരു വിലയുമില്ല സാറേ. അല്ല, നിങ്ങൾ പാസ്സാക്കിയ നിയമത്തിന്റെ അല്ലേ പറഞ്ഞ ജോമോനെ, നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്നല്ലേ ഇലക്ട്രൽ ബോണ്ട്. ഇത് നമുക്ക് നിയമസഭയിൽ അല്ലെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും നടത്താനുള്ള അധികാരമൊന്നുമല്ല. ആ അധികാരങ്ങളെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമാണ്. ഭരണഘടനയ്ക്ക് വിധേയമല്ലാത്തതായിട്ടുള്ള ഒരു കാര്യവും നടന്നിരിക്കുന്നത്. ഡോക്ടർ സമ്പത്ത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കോടതിയിലാണ് പറയേണ്ടത്. ആ കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. 143 വെച്ച് പറ്റില്ല, 145 പറഞ്ഞിട്ടുണ്ട് അധികാരമില്ല എന്നൊക്കെയാണ് താങ്കൾ പറയുന്നത്. അതൊക്കെ ഇതുവരെയും ചോദ്യം ചെയ്ത് പോയിട്ടില്ല. അല്ല, 143 ജോമോൻ പറഞ്ഞ 143 ഇതാണ്. ജോമോൻ പറഞ്ഞ 143 ഇതാണ്. പവർ ഓഫ് പ്രസിഡന്റ് ടു കൺസൾട്ട് സുപ്രീം കോർട്ട് 143(1). അല്ല, ഇത് ഈ കേസ് അതുമായി ബന്ധപ്പെട്ടാണോ? അല്ലല്ലോ. ഇഫ് at any time, it appears to the president that a question of law or fact has arisen, or is likely to arise, which is of such nature and of such public importance that it is expedient to obtain the opinion of the Supreme Court upon. അല്ല, ഇത് നമ്മളിപ്പോ എന്താ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ ദയവായി ജോമോൻ ഒരു മിനിറ്റ്. എനിക്കിപ്പോ അറിയേണ്ടത് ജോമോൻ പറയുന്നത് കേട്ടാൽ ഞാൻ തർക്കത്തിനില്ല. എന്താ പറഞ്ഞാൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ സമയം ഞാൻ അപകരിക്കുന്നത്, ഞാൻ തർക്കത്തിനില്ല. ഡോക്ടർ ബിജെപിയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ഇത് തന്നെയാണെന്നും അവർ ഗവർണർമാരെ ഉപയോഗിച്ച് ഇപ്പോഴും മുന്നോട്ട് എങ്ങനെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ കൊണ്ടുപോകാമെന്നുമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അല്ല, ഞാനിപ്പോൾ ഇതിൽ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ BJP നേതാക്കൾ അവരിപ്പോൾ ഞങ്ങൾക്ക് നുണ പറയാനുള്ള മൗലിക അവകാശമുണ്ട് എന്നവർ ധരിച്ചു വശായാൽ എനിക്ക് അവരോടൊന്നും പറയാനില്ല. ഞങ്ങൾ പറയുന്നതാണ് നിയമം എന്നവർ പറയുന്നുവെങ്കിൽ എനിക്ക് വേറൊന്നും അവരോട് തർക്കിക്കാനായിട്ടില്ല. ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് ലോക്സഭയിൽ രാജ്യസഭയിൽ, അതുകൊണ്ട് അവിടെ പാസ്സാക്കുന്നതെല്ലാം നിയമങ്ങളാണ്, അതാണ് ഭരണഘടനയേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ പിന്നെ അവരോട് പറഞ്ഞിട്ട് വേറൊരു കാര്യമില്ല. ഇത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് പോലും അസാധുവാക്കാനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുള്ളതാണ് സുപ്രീം കോടതി, ഇല്ലേ? സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേക്ക് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ യാതൊരു വിധത്തിലുള്ള അഡ്വൈസുമില്ല, അഡ്വൈസാണ് അതുകൊണ്ട് അംഗീകരിക്കേണ്ട എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ യാതൊരു വിധത്തിലുള്ള ക്യാബിനറ്റിൻ്റെ തീരുമാനമില്ലാതെ തന്നെ നാളെ ഇന്ത്യൻ പ്രസിഡന്റ് ഏതെങ്കിലും രാഷ്ട്രങ്ങളുമായി യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു നിലയിലേക്ക് വന്നാൽ രാഷ്ട്രപതിക്ക് അത്തരത്തിൽ യുദ്ധം പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട് ഭരണഘടന അനുസരിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അത് വകവെച്ചു കൊടുക്കാൻ കഴിയുമോ? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? യെസ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോഴും രണ്ട് ജഡ്ജിമാർക്ക് എന്തോ സംഭവിച്ചിരിക്കുകയാണ്. അവർ തോന്നിയതുപോലെ അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുകയാണ് എന്നൊരു വാദത്തിലാണ് ഇപ്പോഴും BJP നിൽക്കുന്നത്. അതിനുവേണ്ടി അനുച്ഛേദങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ചയിൽ പോലും ജോമോനും ശ്രമിക്കുന്നത്. അല്ല, ഇത്രയേറെ അനുച്ഛേദമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയത്തക്ക ഒരു ഗൗരവവും ഈ വിഷയത്തിലില്ല. നമുക്ക് ഭരണഘടനയിൽ പല അവകാശങ്ങളും നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് സംസാരിക്കുന്നതിനുള്ള അവകാശം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതിനോട് ചേർന്ന് നിൽക്കുന്നൊരു അവകാശം കൂടിയുണ്ട്, സംസാരിക്കാതിരിക്കുന്നതിനുള്ള അവകാശം. നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകത അതാണ്. പല അവകാശങ്ങളും നൽകുമ്പോൾ നമുക്ക് നെഗറ്റീവായി അത് വേണ്ട എന്ന് വയ്ക്കാനും അവകാശമുണ്ട്. പക്ഷേ ഇവിടെ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും ഉത്തരവാദിത്വമാണ് നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ ഒപ്പുവയ്ക്കുക എന്നുള്ളത്. ഒപ്പുവയ്ക്കുക എന്നതവരുടെ ചുമതലയാകുമ്പോൾ ഒപ്പുവയ്ക്കാതിരിക്കുന്നതിനുള്ള അവകാശം കൂടി, അധികാരം കൂടി ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ഭരണഘടനയോടുള്ള അറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ ഭരണഘടനയോടുള്ള അവഹേളനമാണ്. ഇവിടെ ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഗവർണർക്ക് ഡിസ്ക്രിഷനുണ്ട്. എവിടുത്തെ ഡിസ്ക്രിഷനാണ്? ഒരു വിവേചനാധികാരവും ഈ വിഷയത്തിൽ ഗവർണർക്ക് നൽകിയിട്ടില്ല. ഭരണഘടന കൃത്യമായി ചില ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഒരു സഭ പാസ്സാക്കിയ ബില്ല് കിട്ടിയാൽ ഒന്നുകിൽ ഒപ്പുവയ്ക്കുക, അല്ലെങ്കിൽ ഒപ്പുവയ്ക്കാതിരിക്കുക.
അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് റെഫർ ചെയ്യുക. എവിടെയുള്ളത് ഡിസ്ക്രിപ്ഷൻ? ഈ മൂന്നിൽ ഒന്ന് ചെയ്തേ മതിയാകൂ. അത് ചെയ്യാതിരിക്കുമ്പോഴാണ്, ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് അത് സുപ്രീം കോടതിയുടെ ആക്ഷേപത്തിന്, വിമർശനത്തിന് വിധേയമായത്. അവിടെയാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഒരു സമയബന്ധിതമായി ഒരു കാര്യം നിശ്ചയിക്കുകയും ആ സമയത്തിനകം അതിൽ ഒരു നടപടിയും ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ അത് സംഭവിച്ചതായി കണക്കാക്കണം. അത് നിയമത്തിൽ പലയിടത്തും അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇവിടെ ഭരണഘടനയെ ബാധിക്കുന്ന ഒരു വിഷയവും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ ജോമോൻ പറയുന്നത് പോലെ ഭരണഘടനാ ബെഞ്ച് വേണമായിരുന്നു എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. ഇവിടെ 2 ജഡ്ജിമാരുണ്ടല്ലോ. ഇനി അഥവാ ഒരു ജഡ്ജി, അവിടെ എല്ലാം മിനിമം 2 ജഡ്ജിമാരാണ് സുപ്രീം കോടതി. ഒരാളെ ഉള്ളെങ്കിൽ പോലും ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? സാർ എത്രയോ സീനിയറായ അഡ്വക്കേറ്റ് ആണല്ലോ. ഭരണഘടനയുടെ 145 അതിന്റെ സബ്ക്ലോസ് 3 കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു മിനിറ്റ് താങ്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് ഭേദഗതി ചെയ്യണം സാറേ. അതുകൊണ്ടാ അത് വളരെ സിമ്പിൾ ആയിട്ട് സാറ് പറയുന്നു. അതൊന്ന് പറയാമോ? അത് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, ഭരണഘടനയിൽ പല വകുപ്പുകളുമുണ്ട്. ഇവിടെ ഭരണഘടനയിൽ എന്ത് മാറ്റമാണ് സുപ്രീം കോടതി വരുത്തിയത്? അല്ല, സുപ്രീം കോടതി എന്താ ആകെ പറഞ്ഞത്? ഭരണഘടന അനുസരിച്ച് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ അത് ചെയ്തതായി കണക്കാക്കപ്പെടും. അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ എവിടെയാണ് ഭരണഘടന ഭേദഗതി വരുന്നത്? അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഭരണഘടനയുടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ജോമോനിലേക്ക് വരാം. അദ്ദേഹം പറയട്ടെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇല്ല, അങ്ങേക്ക് പറയാനുള്ള കാര്യം അങ്ങ് പറഞ്ഞു സർ. അങ്ങേക്ക് പറയാനുള്ളത് അങ്ങ് പറഞ്ഞു. അത് 2 തവണ പറയേണ്ടതില്ല. അങ്ങ് പറയാനുള്ളത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അല്ല, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയും. സാറേ, ഇത് ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊരു തെറ്റായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക് ഞാൻ വരാം. എനിക്ക് തോന്നുന്നു ഇത് ഫ്രീസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജോമോൻ, ഈ പറഞ്ഞ കാര്യത്തിൽ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ കേൾക്കാമോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? ഇപ്പൊ കേൾക്കാം. യെസ്, താങ്കൾ അത് പൂർത്തിയാക്കിക്കോളൂ. ഇപ്പോഴും ജോമോൻ പറയുന്നത് ഇക്കാര്യത്തിൽ ഭേദഗതി വരുത്തി 2 ജഡ്ജിമാർ എന്നുള്ള നിലയ്ക്കാണല്ലോ. അതൊന്ന് വ്യക്തമാക്കിയാൽ ഞാൻ ജോമോനിലേക്ക് പോവാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വളരെ ലളിതമായ ഒരു കാര്യം മാത്രമാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഓരോ ബെഞ്ചിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഭരണഘടനാ ബെഞ്ച് എന്ന് പറഞ്ഞാൽ 5 ജഡ്ജിമാർ വേണം. അത് ഭരണഘടനയെ സംബന്ധിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടി വരുമ്പോൾ, വ്യക്തത വേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ്, ബ്ലാങ്ക് വരുമ്പോൾ അത് ഫില്ല് ചെയ്യുന്നതിന് അവിടെയൊക്കെയാണ് ഭരണഘടനാ ബെഞ്ച്. ഇവിടെ എന്ത് മാറ്റമാണ് സുപ്രീം കോടതി വരുത്തിയത്? സഭ പാസാക്കുന്ന ബില്ല് അംഗീകാരത്തിന് വേണ്ടി അയച്ചു കൊടുത്താൽ ഗവർണർ അതിൽ ഒപ്പിടണം എന്നുള്ളതാണ് വ്യവസ്ഥ. ഭരണഘടന പറയുന്നതല്ലേ അത് എത്ര ദിവസത്തിനുള്ളിൽ, എത്ര ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യണം എന്ന് പറയുന്നില്ല എന്നതാണ് നമ്മുടെ ഈ ഗവർണർമാരുടെ ഒരു കുസൃതി നിറഞ്ഞ വ്യാഖ്യാനം. അതുകൊണ്ട് ഞാൻ ഒപ്പിടുന്നില്ല, ഞാനിവിടെ സൂക്ഷിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ 23 മാസം ഒരു ബില്ലിവിടെ സൂക്ഷിച്ചില്ലേ? 5 വർഷം വേണമെങ്കിലും ആകാമായിരുന്നില്ലേ? അപ്പോൾ ഒന്നും ചെയ്യണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ് പ്രവർത്തിക്കുക? നിയമനിർമ്മാണത്തിനുള്ള അധികാരമില്ലാതെ ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? അതുകൊണ്ട് ബില്ല് കിട്ടിയാൽ, നിയമസഭ പാസാക്കിയ ബില്ല് കിട്ടിയാൽ രാജ്ഭവൻ അത് ഒപ്പിടണം എന്ന് പറഞ്ഞാൽ ഒപ്പിടണം. അത് തന്നെയാണ്. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇപ്പോൾ അത് നിങ്ങളുടെ ചുമതല അത് ഒപ്പിടുക എന്നുള്ളതാണ്. അതിനൊരു സമയപരിധി നിശ്ചയിച്ചു കൊടുത്തു. അതാണ് 3 മാസം. അവിടെ എവിടെയാണ് ഭരണഘടനയെ സ്പർശിക്കുന്നത്? ഭരണഘടനയെ സ്പർശിക്കുന്ന ഒരു കാര്യമേ അല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഈ ചർച്ചയിൽ നിന്ന് കേട്ടിരിക്കുന്ന ശ്രോതാക്കളെ ഒരു സംശയത്തിൽ ആക്കേണ്ട കാര്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചോ ലാർജർ ബെഞ്ചോ ഫുൾ ബെഞ്ചോ ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ 2 ജഡ്ജിമാർ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം വിനിയോഗിച്ചുകൊണ്ട് ഗവർണർമാരുടെ അവരുടെ ചുമതല ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ശരി, ജോമോൻ ചക്കാലക്കൽ, ഇക്കാര്യത്തിൽ ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസ് ഉണ്ടാക്കരുത്, തോന്നിയതുപോലെ വിളിച്ചു പറയാനുള്ള കാര്യങ്ങളല്ല നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചുള്ള
ചർച്ചകളിൽ നടക്കേണ്ടത്. അത് BJP അത്തരത്തിലൊരു അവസരമായി ഇതിനെ ഉപയോഗിക്കുന്നത് വളരെ കഷ്ടമാണ്. എനിക്ക് ജോമോനോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ നിന്ന് പുറത്തേക്ക് വന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. നമുക്കറിയാം മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം എങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞല്ലോ. അതും ഇതുപോലെ തന്നെയാണ്. ഭരണഘടനയിൽ ഇല്ല, അത് വ്യാഖ്യാനിച്ചതാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുള്ളത് മാധ്യമ സ്വാതന്ത്ര്യം കൂടിയാണെന്നുള്ളത് അവിടെ വ്യാഖ്യാനിച്ചതാണ്. കോടതി വിധിയാണത്. അതുപോലെ സുപ്രീം കോടതിയുടെ വിധി ഇതാ ഇപ്പോൾ ഗവർണറുടെ ഒരു കാര്യം വന്നപ്പോൾ നിയമസഭ പാസ്സാക്കിയ ബില്ല് പാസ്സാക്കാൻ ഗവർണർ സമയം അനാവശ്യമായി എടുക്കുന്നത് കണ്ടപ്പോൾ വന്ന ഒരു ഹർജിയിലാണ്, തമിഴ്നാട് സർക്കാർ കൊടുത്ത ഹർജിയിലാണ്, ഗവർണർക്കെതിരെ കൊടുത്ത ഹർജിയിലാണ് ഇതാ ഇപ്പോൾ 2 അംഗ ബെഞ്ച് ഈ രീതിയിൽ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിനകത്ത് ഗവർണർമാർക്ക് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ അസന്റ് കൊടുക്കാം, അല്ലെങ്കിൽ പ്രസിഡന്റിന് കൊടുക്കാം, അല്ലെങ്കിൽ തിരിച്ചയക്കാം എന്നുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് വ്യക്തമായി അത് ആർക്ക് വായിച്ചാലും മനസ്സിലാവും. ഒരു ലേമേന് വായിച്ചാലും അത് മനസ്സിലാവുന്ന അർത്ഥത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്നതിൽ എവിടെയാണ് ഭരണഘടനാ ഭേദഗതി? ഒന്നാമത് ഞാനൊരു കാര്യം പറയാം. ഇപ്പം നിങ്ങൾ ഈ ആർട്ടിക്കിൾ 200 കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ ഈ തമിഴ്നാട് ഗവർണറെയൊക്കെ വിമർശിക്കുന്നത്. എനിക്ക് തമിഴ്നാട് ഗവർണറെ ന്യായീകരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. എങ്കിലും നിലവിലുണ്ടായിരുന്ന നമ്മുടെ ആർട്ടിക്കിൾ 200 പറയുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അനുമതി നൽകാനുള്ള അധികാരം ഗവർണർക്ക് നൽകുന്നു. പുനഃപരിശോധനയ്ക്കോ ഭേദഗതികൾ നിർദ്ദേശിക്കുന്നതിനോ വേണ്ടി ബിൽ നിയമസഭയിലേക്ക് തിരിച്ചയക്കാനും ഗവർണർക്ക് കഴിയും. അത് ഇത്ര സമയം കൊണ്ട് പാസ്സാക്കണം ൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത് ഇവിടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ തമിഴ്നാട്ടിൽ തന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണല്ലോ തമിഴ്നാട്. 4 കൊല്ലമല്ല 5 കൊല്ലമൊന്നും അല്ല. അല്ല, അതിന് വിവേചനാധികാരമുണ്ടെന്നേ ഞാൻ നിയമസഭ പാസ്സാക്കുന്ന ഒരു ബില്ല് വരുമ്പോഴത്തേക്ക് ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് വിവേചനമുണ്ടെന്ന് പറഞ്ഞ് തോന്നിയതുപോലെ മാറ്റിവെക്കാനുള്ളതല്ല. അതല്ല വിവേചനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സാറേ ഞാനൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയെ ഒന്നും ആരും ഇവിടെ പുച്ഛിച്ച് തള്ളുന്നൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ശബരിമല വിധി വന്നപ്പോൾ ഇതേ സുപ്രീം കോടതിയെ ഒരുപാട് പൊക്കുകയും അയോധ്യ വിധി വന്നപ്പോൾ ഇതേ സുപ്രീം കോടതിയെ ഇനി ഇങ്ങനെ ഒരു വിധി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ, മറ്റൊരു വിധി നിങ്ങൾ പ്രതീക്ഷിക്കുമോ നിഷ്കളങ്കരെ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെയുള്ള ആളുകളൊക്കെ ഈ നാട്ടിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ കൃത്യമായിട്ട് ഞങ്ങളിപ്പോൾ എന്താ സംസാരിക്കുന്നത്? ഞങ്ങൾ സംസാരിക്കുന്നത് നിലവിലുള്ള ഇന്ത്യയുടെ നിയമം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരു കീഴ്വഴക്കം തെറ്റിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ 2 ജഡ്ജിമാരിരിക്കുന്ന ഈ ബെഞ്ചിന് ഇത്തരത്തിലുള്ള ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അവർക്കൊരു അഭിപ്രായം ഭരണഘടനയുമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും 2 ജഡ്ജിമാർ ഇത് കൈകാര്യം ചെയ്തു. അതിപ്പോൾ ഇന്ത്യയിൽ നിയമമാണ്. നിങ്ങളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അനുസരിക്കാൻ പോകുന്നുണ്ടോ? തുടർ നടപടികൾ ഉണ്ടാകും. അതാണ് അറിയേണ്ടത്. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അതാണ് അറിയേണ്ടത്. ഇനി നിങ്ങൾ എന്താണ് തുടർ നടപടിയായിട്ട് ചെയ്യാൻ പോകുന്നത്? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ? ഈ 2 ജഡ്ജിമാർക്ക് ഇതൊന്നും പറ്റില്ല എന്ന് ഈ എമ്പുരാൻ സിനിമയുടെ സംവിധായകരെയും നിർമ്മാതാവിനെയും നടനെയും ഒക്കെ നിങ്ങൾ വരട്ടിക്കൊണ്ടിരുന്നല്ലോ പബ്ലിക്കായി. അതുപോലെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വരട്ടുക, ഇതാണോ? അല്ല, വിഷയം മാറ്റിവിടണ്ട. ഞാൻ പറയാം, എനിക്ക് 1 മിനിറ്റ് സമയം തരൂ. ഞങ്ങൾ ആ പോയിന്റിൽ തന്നെ നിൽക്കും. കാരണം ഭരണഘടനയെ നാളത്തെ ഇവിടുത്തെ ഒരു സാധാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ മജിസ്ട്രേറ്റായി കിട്ടി, അല്ലെങ്കിൽ കയറിയ മജിസ്ട്രേറ്റ് തന്നെ ഭരണഘടനയൊക്കെ തൊട്ട് വിധി പറയാൻ തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ ശരിയാവും? ഇവിടെ ഭരണഘടനയെ തൊടാൻ ഗവർണറുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സംസ്ഥാന ഹൈക്കോടതികളെ സമീപിക്കാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം. ഇതേ പറ്റൂ. അല്ല, സാധാരണ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്കൊന്നും ഇത് കൊണ്ടുപോകില്ല ആരും. അല്ല, അതെല്ലാം പിന്നീട് ചെയ്യും. ഇന്നിപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ സാറേ. മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 145(3) ഒന്ന് വായിക്കണമെന്ന്. അത് വായിക്കണം, അത് കേൾക്കുന്ന ഏതെങ്കിലും ഒരു പ്രേക്ഷകനെങ്കിലും അത് മനസ്സിലാക്കണമല്ലോ. അതിൽ കൃത്യമായിട്ട് എഴുതിയിരിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പ്രകാരം 145(3) പ്രകാരം ഭരണഘടനയുടെ വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന നിയമപ്രശ്നമോ ആർട്ടിക്കിൾ 143 പ്രകാരമുള്ള ഏതെങ്കിലും പരാമർശമോ ഉൾപ്പെടുന്ന കേസുകൾ കേൾക്കാൻ കുറഞ്ഞത് 5 ജഡ്ജിമാരെങ്കിലും ഉണ്ടായിരിക്കണം.
ഈ കേസുകളെ പലപ്പോഴും ഭരണഘടനാ ബെഞ്ചുകൾ എന്ന് വിളിക്കുന്നു. ശരിയാണ്. അത്തരം ഒരു ശരിയാണ്. ചോദ്യം അങ്ങനെയുള്ള ഉൾപ്പെടുന്ന എന്തെങ്കിലും ഒരു കേസ് പരാമർശമുള്ള ആദ്യം കേസുകൾ വന്നാൽ അത് അങ്ങനെ തന്നെ ജഡ്ജിമാരുള്ള ചെയ്യണം. അതാണ് ഒരു ഭരണഘടന ബെഞ്ച് പറയുന്നത്. കേൾക്കുകയാണെങ്കിൽ പക്ഷേ ഈ കാര്യത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് 142 ഉപയോഗിച്ച് 142 ഉപയോഗിച്ചുള്ള സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ജഡ്ജിമാർ അത് ചെയ്തത്. അനാവശ്യമായ സമയം കളയാനില്ല, അനാവശ്യമായ സമയം കളയാനില്ല. മഹാദേവനും ഇല്ല. ഒരു മിനിറ്റ് നോക്കൂ, ഇവിടെ ഈ JB പാട്ടിവാല എന്ന് പറയുന്ന ജഡ്ജിയും R മഹാദേവൻ എന്ന് പറഞ്ഞ ജഡ്ജിയും ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇത് ഇവിടെ ഈ പറഞ്ഞതുപോലെ 5-ൽ താഴെ ജഡ്ജിമാരുള്ള ഒരു ബെഞ്ച് കേൾക്കുകയാണെങ്കിൽ അഭിപ്രായത്തിനായി അതൊരു വലിയ ബെഞ്ചിലേക്ക് റെഫർ ചെയ്യണമായിരുന്നു. കൂടാതെ ആ അഭിപ്രായത്തിന് അനുസൃതമായി അപ്പീൽ തീർക്കാക്കുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ ഈ 2 ജഡ്ജിമാർക്ക് രാഷ്ട്രപതിയെ പേര് പറഞ്ഞുള്ള പരാമർശത്തിനോ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു മാറ്റം വരുത്താനോ ഇവർക്ക് കഴിയുകയില്ല. ഒരുപാട് ഇന്ത്യൻ രാഷ്ട്രപതി ഒരു ബില്ല് ഇതുപോലെ നീട്ടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒരു വ്യക്തത വേണ്ടേ? ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ താങ്കളോട്. ഈ കാര്യത്തിൽ വ്യക്തമായി ആർട്ടിക്കിൾ 200 പറയുന്നുണ്ട്, ആസ് ഏർലി ആസ് പോസിബിൾ. താങ്കൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കാൻ വേണ്ടിയുള്ള ഒഴിഞ്ഞുമാറലാണ്. ഇത് BJPയുടെ സ്ഥിരം പരിപാടിയാണ്. അത് പറ്റില്ല. താങ്കൾ ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവർണറുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരു കാര്യത്തിൽ ആസ് ഏർലി ആസ് പോസിബിൾ തീരുമാനമെടുത്ത് പോകണം എന്നുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഗവർണർമാർ RN രവി ഉൾപ്പെടെ അത് ചെയ്യാതിരുന്നത്? ഇവിടുത്തെ നിയമസഭ പാസ്സാക്കുന്ന എല്ലാ ബില്ലുകളും ഗവർണർക്ക് ഒപ്പിടണമെന്ന് ഞാൻ ചോദിക്കട്ടെ. നിങ്ങളിപ്പോ നമ്മുടെ KK രാജേഷിന്റെ ഭാര്യ അവിടെ അനധികൃതമായി കണ്ടു. ഇല്ല, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞ പോലെ ഇതൊന്നും പോലെ. ഇത് നിങ്ങൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് പോകുന്നു. നിങ്ങൾ എല്ലാ ബില്ലുകളും ഒപ്പിടണമെന്നൊന്നുമില്ല. എവിടെ പറഞ്ഞിരിക്കുന്നു? എല്ലാ ബില്ലിലും തീരുമാനം എടുക്കണം. എല്ലാ ബില്ലിലും തീരുമാനം എടുക്കണം. ഒരു ബില്ല് പോലും മാറ്റിവെക്കാൻ ഗവർണർക്ക് അധികാരമില്ല. ഒറ്റ ബില്ല് പോലും അങ്ങനെ പറ്റില്ല. ഗവർണറുടെ അധികാരമുണ്ടെന്ന്. എന്താണ് ഗവർണർക്ക് ഒപ്പിടാൻ പറ്റില്ല എന്നാണോ? നിയമസഭ പാസാക്കിയ ഒരു ബില്ല് മാറ്റിവെക്കാം, അതേ ഒപ്പിടേണ്ടതില്ല എന്നാണോ ഇന്ത്യൻ ഭരണഘടന പറയുന്നത്? അങ്ങനെ അല്ല എന്ന് സുപ്രീം കോടതി ഇപ്പോൾ വിധിച്ചു കഴിഞ്ഞു. ഗവർണർക്ക് ഒപ്പിടാൻ കഴിയാത്താണെങ്കിൽ ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയക്കാം. രാഷ്ട്രപതിക്ക് അത് തിരിച്ചയക്കാം. രാഷ്ട്രപതി തിരിച്ചയച്ച് വീണ്ടും നിയമസഭയിൽ വീണ്ടും എന്തെങ്കിലും അതിൽ മാറ്റം വരുത്തിയിട്ട് വീണ്ടും തിരിച്ചയച്ചാലും എത്രത്തോളം വേഗത്തിൽ പറ്റുമോ അത്രത്തോളം വേഗത്തിൽ, എത്രത്തോളം വേഗത്തിൽ പറ്റുമോ അത്രത്തോളം വേഗത്തിൽ. ആ എത്രത്തോളം വേഗം എന്നുള്ളത് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. എത്രത്തോളം വേഗം എന്നുള്ളത് അറിയാമോ അർത്ഥം? സാറേ, ഞാനൊരു കാര്യം പറയാം. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പോലും നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവർണർക്ക് കൊടുക്കേണ്ട അധികാരത്തെ കുറിച്ച് കൃത്യമായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത്. ഇപ്പൊ 2025 എത്തി. അന്ന് അംബേദ്കർ പല കാര്യങ്ങളുണ്ട്. ഗവർണർമാർ ഇത്തരത്തിലുള്ള ഗവർണർമാരൊന്നും വരുമെന്ന് അദ്ദേഹം ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അംബേദ്കർക്ക് ആ കാര്യം ഇപ്പോൾ നമ്മൾ കാര്യമായി ചർച്ച ചെയ്യുന്നു. ഡോക്ടർ സമ്പത്ത്, എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളിൽ നിന്ന് അറിയേണ്ടത് ഇതാണ്. ആസ് ഏർലി ആസ് പോസിബിൾ എന്നുള്ള ഒരു ഫ്രേസ് അവിടെ ഉണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തവരാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഞാനിപ്പോൾ ഈ ജോമോനോട് ഞാൻ ഈ തർക്കിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർ വിശദമായി പഠിക്കട്ടെ. പക്ഷെ പഠിച്ചിരുന്നാലും ഈ നസറയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതുപോലെ ഈ BJPക്കാരോട് നമ്മൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് ഈ അവരെ പഠിപ്പിക്കാൻ പോയത് കൊണ്ട് പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇവർ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇനിയിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയെല്ലാം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് 2023 ആണ്ട് നവംബർ മാസം 18-ാം തീയതി ഈ 10 ബില്ലുകളും തമിഴ്നാടിൻ്റെ നിയമസഭയുടെ ഒരു പ്രത്യേക സെഷനിൽ വെച്ചിട്ട് വീണ്ടും പാസ്സാക്കുകയായിരുന്നു. അതായത് നേരത്തെ അവർ പാസ്സാക്കിയതായ ബില്ലുകൾ ഗവർണർ ഇതിന് അനുമതി നൽകാതെ തിരിച്ചയച്ചതിനെ തുടർന്ന് 2023 ആണ്ട് നവംബർ മാസം 18-ാം തീയതി, നമ്മൾ ഈ ചർച്ച നടത്തുന്നത് 2025 ആണ്ട് ഏപ്രിൽ മാസം 12-ാം തീയതി, ഇപ്പോൾ 2 ദിവസമേ ആയിട്ടുള്ളൂ സുപ്രീം കോടതിയുടെ വിധി ഈ കാര്യത്തിൽ വന്നിട്ട് റീപാസ് ചെയ്തതായിട്ടുള്ള ബില്ലുകളാണ്. ഇവിടെ ഈ
ആസ് ഏർലി ആസ് പോസിബിൾ എന്നുള്ള പറയുന്നത്, അല്ലെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്നൊക്കെ പറയുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അത് എപ്പോഴും വേണമെങ്കിലും ആവാമെന്നുള്ളത്. ഇപ്പോൾ നമ്മളെല്ലാവരും അമ്മമാർ നൊന്ത് പ്രസവിച്ചതാണ് എന്ന് പറയുമ്പോൾ 10 ചന്ദ്രമാസം നമ്മൾ നമ്മുടെ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായി വളർന്നതാണ്. ഈ 10 ചന്ദ്രമാസം എന്നുള്ളത് വീണ്ടും അങ്ങനെ നീണ്ടു പോയാൽ നമ്മുടെ അമ്മമാരുടേതായ ആരോഗ്യവും ജീവിതവും അപകടത്തിലോ, അല്ലെങ്കിൽ കുട്ടിയായിരിക്കുന്ന ആളിൻ്റെ ജീവിതവും ഒരു പക്ഷേ അപകടത്തിലോ ആവും എന്നുള്ളത്. ഒരു നിയമനിർമ്മാണ സഭ അതിന് ജനങ്ങളോടാണ് ഉത്തരവാദിത്വം. ദ വിൽ ഓഫ് ദ പീപ്പിളാണ് അവരവിടെ അത്തരത്തിൽ അവർ പ്രതിധ്വനിപ്പിക്കുന്നത്, അതിൻ്റെ പ്രതിഫലനമാണ് ഇത്. ഞാനിപ്പോൾ ആർട്ടിക്കിൾ 200 മുഴുവൻ വായിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മുടെ പ്രേക്ഷകരുടെ അവരുടെ സമയമൊന്നും ഈ കാര്യത്തിൽ ഞാൻ അപഹരിക്കാനായി തയ്യാറാകുന്നില്ല. ഇവിടെ ഈ കേസ് വന്നിട്ടുള്ളത് ഗവർണർക്കെതിരായി ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ ഗവൺമെൻറ് ഇത്തരത്തിൽ ഈ കേസ് കൊടുക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ അവരാകെ പറഞ്ഞത് എന്താണ്? സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ ഭരണഘടന വേറെ ഏതെങ്കിലും മാറ്റി തിരുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇക്കാര്യത്തിൽ എവിടെയെങ്കിലും ഒരു ഈ ഫില്ലപ്പ് ദ ബ്ലാങ്ക്സ് എന്ന് നമ്മൾ പറയുന്നത് പോലെ അത്തരം കാര്യങ്ങളുമല്ല. ഇത് കയ്യിൽ കിട്ടിയിട്ട് കേരളത്തിലെ ഗവർണറായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം എത്ര ബില്ലുകൾ എത്ര മാസം വച്ചിരുന്നു എന്ന് ചോദിച്ചാൽ പിന്നീട് നാണം കെടുമെന്നുള്ളത് കൊണ്ട് പഞ്ചാബിലെ ഗവർണർക്കെതിരായിട്ടടക്കം വിധിന്യായം വന്നു. ആ വിധി തമിഴ്നാട്ടിലെ ഗവർണർക്കും ബാധകമാണെന്ന് വായിച്ചു നോക്കൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞത് അതിൻ്റെ പിറ്റേന്നാണ് ഇതെല്ലാം അങ്ങോട്ടേക്ക് അയച്ചത്. അപ്പോൾ എങ്ങനെ നമ്മൾ ഈ ഫുട്ബോൾ കളിയിലെ ഇവിടെ ഈ പന്ത് ഇവിടെ തന്നെ ഇങ്ങനെ കാലിലിങ്ങനെ വെച്ച് നീട്ടി, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് മറ്റൊരാൾക്ക് പാസ് ചെയ്യുന്നു. എവിടെ? രാജ്ഭവനിൽ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്ക്. രാഷ്ട്രപതി അത് അവിടെ തന്നെ വെച്ചിരിക്കുന്നു. അത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ BJP വക്താവ് പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ തിരിച്ചിങ്ങോട്ടേക്ക് വീണ്ടും അയക്കുക. അങ്ങനെ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല. രാഷ്ട്രപതിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിക്ക് അത് റെഫർ ചെയ്യാം, സുപ്രീം കോടതിയുടെ ഉപദേശം തേടാം. അങ്ങനെ എത്രയോ കേസുകൾക്ക് അപ്പുറം ചെയ്തിട്ടുണ്ട്. ഇവിടെ അതൊന്നും അല്ല ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം രാഷ്ട്രീയമായ കൃത്യമായ ദുഷ്ടലാക്കോട് കൂടിയുള്ളതാണ്. ഒരു സംസ്ഥാനം എന്നത് ഇന്ത്യൻ യൂണിയനിലെ ഘടകമാണ്. സംസ്ഥാനങ്ങൾ ചേർന്നതാണ് ഇന്ത്യൻ യൂണിയൻ. അല്ലാതെ ഇന്ത്യൻ യൂണിയനിൽ ഞങ്ങളാണ് അധികാരത്തിലുള്ളത്, അതുകൊണ്ട് ഞങ്ങളാണ് കേന്ദ്രം, ഞങ്ങളാണ് നിങ്ങളെല്ലാം നയിക്കുന്നത്, ഞങ്ങളാണ് നിങ്ങളെ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം എന്താ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പോലെ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇവിടെ പണ്ട് നമ്മൾ ഈ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ റെസിഡന്റ് സായിപ്പന്മാരെ വൈസ്രോയ് നിയമിക്കുമായിരുന്നു. അങ്ങനെ റെസിഡന്റ് സായിപ്പന്മാരെ വൈസ്രോയ് നിയമിക്കുന്ന കാലത്ത് നാട്ടുരാജാക്കന്മാരെല്ലാം വൈസ്രോയ്ക്ക് വിധേയമായി നമ്മളെല്ലാവരും പ്രജകൾ മാത്രമായിരുന്ന ഒരു കാലമുണ്ട്. അങ്ങനെ പ്രജകളല്ല, ഇന്ന് പൗരന്മാരാണ്, സിറ്റിസൺസ് ആണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നിയമസഭയിലേക്കാണ് എങ്കിൽ ആ നിയമസഭയിൽ അത്തരത്തിൽ പാസ്സാക്കുന്നതായിട്ടുള്ള ആ ബില്ലുകളെ സംബന്ധിച്ചുള്ളതിൽ ആ ഗവർണർ ചെയ്യേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിന് എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് അത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും എന്ന് വെച്ചാൽ ചിലപ്പോൾ ഗവർണറുടെ 5 കൊല്ലത്തെ കാലാവധിയും കഴിഞ്ഞ് ആ ഗവർണർ ആചാര വെടിയും മുഴക്കി ദേശീയ പതാകയും എല്ലാം പുതപ്പിച്ച് നാട് നീങ്ങി കഴിഞ്ഞിരുന്നാൽ പോലും ആ ബില്ല് അവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പറയുമല്ലോ ഇത്തരത്തിൽ ചില ഈ ഫീറ്റസ് ഇത്തരത്തിൽ ഇങ്ങനെ ഫ്രോസനായി നൂറ്റാണ്ടുകൾ വെച്ചേക്കും എന്ന് പറയുന്നത് പോലെ അതിനല്ല ജനാധിപത്യം. ജനാധിപത്യം അങ്ങനെ ഫ്രോസനാക്കി വെക്കാനുള്ളതല്ല. യെസ്, എന്തായാലും ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കാനല്ല. ബില്ലുകൾ വന്നു കഴിഞ്ഞാൽ അത് ആക്ഷൻ ഉണ്ടാകണം, ഇനാക്ഷൻ അല്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് സുപ്രീം കോടതി. ആ നിയമമാണ് ഇന്ന് രാജ്യത്ത്. ചർച്ചയുടെ അവസാന ഭാഗമാണ്. 1.5 മിനിറ്റ് വീതം എല്ലാവർക്കും ഉണ്ടാകും. ജോമോൻ, ഈ കാര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതി വിധിയിൽ പറയുന്നുണ്ട് അബ്സല്യൂട്ട് വീറ്റോ ഇല്ല, പോക്കറ്റ് വീറ്റോ ഇല്ല, രാഷ്ട്രപതിക്കുമില്ല, ഗവർണർക്കുമില്ല, ഈ വീറ്റോ ഒന്നുമില്ല. ഇത് രാജഭരണമല്ല. നേരത്തെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ വ്യക്തികൾക്കൊരു ഡിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ല ഇവിടെ. ഇത് ഭരണഘടനയിൽ അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുപോയി എല്ലാം കൊടുക്കുന്ന ഒരു സംവിധാനം തന്നെ ഇല്ല. നമ്മളാരും അതിനെ അംഗീകരിക്കുന്നുമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഭരണഘടന ഭേദഗതി ചെയ്യണ്ടേ. അങ്ങനെയുള്ളപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി കുറച്ച് ഫെഡറൽ സംവിധാനങ്ങൾക്ക്, സ്റ്റേറ്റുകൾക്കൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നൊരവസ്ഥ വരുന്നതിനെ നിങ്ങൾക്ക് അംഗീകരിക്കുകയല്ലേ വേണ്ടത്? ഫെഡറൽ സംവിധാനത്തെ തകർക്കില്ല അല്ലേ? നമ്മളത് തൽക്കാല കയ്യടിക്ക് വേണ്ടി പറയാമെങ്കിലും ഇവിടെ ഈ ആർട്ടിക്കിൾ 142 എന്ന സവിശേഷാധികാരമൊന്നും ഇപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യം വാസ്തവത്തിൽ ഇല്ല ഈ വിഷയത്തിൽ. ഇവിടെ ഇപ്പോൾ നോക്കൂ, തമിഴ്നാട് UGC നോംസ് മുഴുവൻ അട്ടിമറിക്കപ്പെടുകയല്ലേ ഈ ഒരു 10 ബില്ലോട് കൂടി. ഈ ഒരു 10 അവിടെ നീറ്റ് എക്സാം ഇല്ല. ഇവിടെ തമിഴ്നാട് ഒരു സ്റ്റേറ്റ് മാത്രമാണെന്നേ. തമിഴ്നാട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമാണ്. അവിടുത്തെ UGC നോംസ് മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നു. മെഡിക്കൽ കോളേജ് അഡ്മിഷൻസ് മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നു. +2 കഴിഞ്ഞ് അവർ
അവർക്ക് രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മുഴുവൻ സീറ്റ് കൊടുക്കാൻ പാകത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നു. നീറ്റ് എക്സാം ഇനി അവിടെ നടത്തുന്നില്ല. ഒരു ജനഗണമന പോലും അവരുടെ നിയമസഭയ്ക്കകത്ത് ചെല്ലാൻ പോലും മടി കാണിച്ച് അവിടെ നിന്ന് അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ഗവർണർ ഇറങ്ങി വന്നിട്ടുള്ള ഒരു നിയമസഭയാണത്. അല്ല, അതൊന്നും അല്ലല്ലോ ഈ ബില്ലിൽ, ജനഗണമനയൊന്നും അല്ലല്ലോ ഈ ബില്ലിനകത്തുള്ളത്. താങ്കൾ പറഞ്ഞ ഏതെങ്കിലും അർത്ഥത്തിൽ ആ നിയമസഭ പാസാക്കിയ ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് ജനങ്ങൾ പാസാക്കിയ തെരഞ്ഞെടുത്ത ആളുകളുടെ ബില്ലാണത്. അവർ പാസാക്കിയ ബില്ലാണ്. UGC നോംസ് മുഴുവൻ അവിടെ അട്ടിമറിക്കപ്പെടുകയല്ലേ? ഈ ഒരു ഇന്നിപ്പോ ഈ 10 ബില്ല് പാസ്സായതോടുകൂടി UGC നോംസ് അല്ല, UGC നോംസിനെതിരെ നിയമസഭയ്ക്ക് പാസ്സാക്കാനുള്ള അവകാശമുണ്ട്. അവർക്കത് പാസ്സാക്കാം. UGCയുടെ നോംസോ UGCയുടെ റെഗുലേഷൻസോ ഒക്കെ അതിനെതിരായി അവർക്ക് ശബ്ദിക്കാനോ അത് പാസ്സാക്കാനുള്ള അധികാരമുണ്ട് നിയമസഭയ്ക്ക്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കുന്നില്ല. ഇപ്പൊ കാവേരി നദി 2-3 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ടല്ലോ. ഇപ്പൊ നാളെ കർണാടക സ്റ്റേറ്റ് ഒരു നിയമം കൊണ്ടുവരും, അവിടെ ഒരു ബില്ല് പാസ്സാക്കുന്നു. തമിഴ്നാട്ടിന് കാവേരി വെള്ളം നാളെ മുതൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് കർണാടക ഒരു നിയമം പാസ്സാക്കിയ അങ്ങനെ പാസ്സാക്കുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സംസ്ഥാനങ്ങളുടെ അവകാശമല്ലേ അത്? ആ സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ പാസ്സാക്കാനുള്ള അവകാശമില്ലേ? നിങ്ങൾ അതിനെതിരെ ഇറങ്ങിത്തിരിക്കുകയാണോ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കെതിരെ? എന്തിനാ IPS? ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ യൂണിയൻ ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് അത് പേടിച്ചാണോ നിങ്ങൾ ഇല്ലം ചൂടുന്നത്? IPS ഉദ്യോഗസ്ഥരെ നിങ്ങൾ അത് പേടിച്ച് നാളെ ഇങ്ങനെ ഉണ്ടാകാം എന്നൊക്കെ പേടിച്ച് ഇല്ലം ചൂടുകയാണോ നിങ്ങൾ? IPS ഉദ്യോഗസ്ഥരെ നേരിട്ട് ഡൽഹിയിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഇത് ഞങ്ങൾ തുടങ്ങിയതാണോ? എന്നൊക്കെ 2014 മുമ്പും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഇത് മോഡി മാത്രം വന്നതിന് ശേഷമാണോ? അല്ല, നമ്മൾ ഇത് ജനാധിപത്യ പ്രക്രിയയിൽ ഇത് കേരളത്തിൽ എന്റെ അനുഭവത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഇത്തരം ബില്ലുകൾ ഇങ്ങനെ 10 ബില്ലുകളൊക്കെ ഒരുമിച്ച് രണ്ടാമത് നിയമസഭ പാസ്സാക്കിയിട്ട് ആ ബില്ലുകൾ എടുത്ത് ഇങ്ങനെ അട്ടത്ത് വെച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ശരി, സമയം കഴിഞ്ഞു. ഡോക്ടർ സമ്പത്ത്, ഈ രീതിയിൽ നാളെ ഇങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ മുൻകരുതൽ എടുക്കുകയാണ്. ഇത് ഞാൻ സമയമൊന്നും അപഹരിക്കുന്നില്ല. ഒരു വീട് കെട്ടിയിരിക്കുന്നത് എത്ര ഇഷ്ടിക കൊണ്ടാണ് എന്നറിയുന്നതിന് വേണ്ടി ആ വീട് തന്നെ പൊളിച്ചിട്ട് അവിടെ ഇരുന്ന ഇഷ്ടിക എണ്ണുന്നു എന്ന് പറയുന്നത് പോലെയാണ് ഇവർ ഈ പറയുന്ന ന്യായങ്ങളെല്ലാം. ഇന്ത്യയുടെ ഭരണഘടനയുടെ അനുച്ഛേദം 131 അനുസരിച്ച് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷനുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ, ജോമോൻ പറഞ്ഞതുപോലുള്ള സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമാണ് എങ്കിൽ അത് ആർട്ടിക്കിൾ 131 അനുസരിച്ച് സുപ്രീം കോടതിയിൽ അതിൻ്റേതായ ഹർജി ഫയൽ ചെയ്ത് അത്തരം കാര്യങ്ങൾ ഇവിടെ നിയമനിർമ്മാണ പ്രക്രിയ ഇനി അത് ഈ ഗവർണർ ഒപ്പിട്ടു അതല്ല രാഷ്ട്രപതി ഒപ്പിട്ടു എന്ന് വെച്ചിരുന്നാൽ പോലും അതിനെല്ലാം ഭരണഘടനാപരമായ സാധുതയും വരുന്നു എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് പോലും ചോദ്യം ചെയ്യാൻ, അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് അസാധുവാണ് എന്ന് കണ്ടാൽ ഭരണഘടന അനുസരിച്ച് അസാധുവായി പ്രഖ്യാപിക്കാൻ അധികാരം സുപ്രീം കോടതിക്കുള്ളതാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ളതിൽ വാസ്തവത്തിൽ കേരളത്തിലെ ഗവർണറുടെ പദവി ഒക്കെ അത്തരത്തിൽ ചുമതല വഹിക്കുന്ന അത്തരത്തിലുള്ള വ്യക്തികൾ കുറച്ചുകൂടി അവധാനത ഇക്കാര്യത്തിൽ ഇത്തരം കമൻറ്റുകൾ നടത്തുമ്പോൾ ഉണ്ടായിരുന്നാൽ നന്നായിരുന്നു എന്നതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. BJPക്ക് അവരുടേതായ അഭിപ്രായം പറയാം, BJP നേതാക്കൾക്ക് അത്തരം അഭിപ്രായങ്ങൾ പറയാം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം. അത് രാഷ്ട്രീയ കക്ഷികളും പൊതുപ്രവർത്തകരും എന്നുള്ള നിലയിലുള്ള അഭിപ്രായങ്ങളാണ്. ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർ അത് ഭരണഘടനാ സ്ഥാപനമാണ് എന്നുള്ളതാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രപതി ഭവൻ എന്നുള്ളത്, ഗവർണർ രാജ്ഭവൻ എന്നുള്ളത് ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരാണ്. അവർ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ആ ഭരണഘടനാ സ്ഥാപനങ്ങളോട് അത്തരത്തിലുള്ള മാന്യതയും ബഹുമാനവും പുലർത്തുകയും ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്യണം. അവിടെയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ അതിൽ നമുക്ക് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറയുമ്പോഴും ആ അഭിപ്രായങ്ങൾ പറയാനും ഒപ്പം ചിലയിടത്ത് പറയാതിരിക്കാനുമുള്ള ആ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്നുള്ളത്. ആ പരിധി എവിടെയാണ് എന്ന്, അധികാരം എന്നുള്ളത് എപ്പോഴും എടുത്ത് വീശാനുള്ള വാളല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അധികാരങ്ങളുള്ളവർ തന്നെയാണ്. യെസ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവസാനത്തെ ഒരു ഒറ്റ മിനിറ്റാണ്. ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഇന്ന് കേരള ഗവർണറും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ രാജ്യത്ത് നിയമം ഇതാണ് എന്ന് വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ ഗവർണർമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. കേരളത്തിൽ ഇനിയും പല ബില്ലുകളും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടല്ലോ ഗവർണറുടെ അടുത്തേക്കൊക്കെ പോകാൻ. അതൊക്കെ കഴിഞ്ഞതുപോലെ ആകില്ല എന്ന് പ്രതീക്ഷിക്കാമോ? അതെ, ഗവർണർമാർ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഗവർണർമാർ മാത്രമല്ല രാഷ്ട്രപതി ഉൾപ്പെടെ അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. നിയമസഭകൾക്ക് ഏത് നിയമവും നിർമ്മിക്കാം, ഏത് ബില്ലും പാസ്സാക്കാം. അവിടെ എന്താണ് ഒരു ഗവർണർ ചെയ്യേണ്ടത് ഒപ്പിടുന്നതിന് മുമ്പായി? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. വളരെ ലിമിറ്റഡ് ആയ ഓപ്ഷൻസ് മാത്രമാണ് ഭരണഘടന നൽകിയിട്ടുള്ളത്.
അതനുസരിച്ച് അവർ പ്രവർത്തിച്ചേ മതിയാകൂ. ഇനി ആ നിയമം തെറ്റാണെങ്കിലോ ഭരണഘടനയ്ക്ക് ചേരാത്തതാണെങ്കിലോ അത് പരിശോധിക്കുന്നതിന് ജുഡീഷ്യൽ റിവ്യൂ എന്ന സവിശേഷമായ അധികാരം നമ്മുടെ ജുഡീഷ്യറിക്കുണ്ട്, കോടതിക്കുണ്ട്. കോടതി ആ അധികാരം പ്രയോഗിച്ച് ആ നിയമം സാധുവാണെന്നോ അല്ലെങ്കിൽ അസാധുവാണെന്നോ പ്രഖ്യാപിക്കും. അത് ഗവർണറെ ബാധിക്കുന്ന വിഷയമേ അല്ല. യെസ്, ഇതേ സുപ്രീം കോടതി വിധിയിൽ തന്നെ പറയുന്നുണ്ട്, അവസാനം BR അംബേദ്കറെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഒരു ഭരണഘടന എത്രയും നല്ലതാണെങ്കിലും അത് പ്രവർത്തിക്കാൻ വിളിക്കപ്പെടുന്നവർ മോശമാവുകയാണെങ്കിൽ ആ ഭരണഘടനയും മോശമായി തീരും. ഒരു ഭരണഘടന എത്ര മോശമാണെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്നവർ എത്ര നല്ലതാണെങ്കിൽ ആ ഭരണഘടന നല്ലതായും മാറും എന്നുള്ളതാണ്. അപ്പോൾ ആളുകളാണ് നല്ലതാകേണ്ടതെന്നാണ്. അവരെ കൈകാര്യം ചെയ്യുന്ന പ്രത്യയശാസ്ത്രവും സംവിധാനങ്ങളും അതുപോലെ നല്ലതായാൽ രാജ്യത്തെ ഏറ്റവും നല്ല ഭരണഘടന, നമ്മുടെ ഭരണഘടന എന്ന് അവകാശപ്പെടുന്ന ആ ഭരണഘടന എന്നും ഉയർന്നു തന്നെ നിൽക്കും. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ എ സമ്പത്ത്, ജോമോൻ ചെക്കാലക്കൽ, ഒപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ന്യൂസ് അവസാനിക്കുന്നു.